Do you want to know? Well, I've been thinking about you, and I think I have to listen. Because Third year start ആയിട്ട് ഇപ്പോൾ 3 months ആയി. It is said that third year is the honeymoon period of dentistry. But according to my opinion, there is nothing honeymoon happening here. അതായത് I have completed my posting in Conserve Department, PDO, and now I'm currently at OMFS. So, totally saying this is no fun more than any other year we are studying, okay? That is the reality of our course, I think. എല്ലാവരും തേർഡ് ഇയർ വിൽ ബി സോ ഫൺ ആൻഡ് ഓൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് മച്ച് ഫൺ. പക്ഷെ കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് തേർഡ് ഇയറിൽ എൻ്റർ ആവേണ്ട. സോ ഇറ്റ് ഈസ് നോർമൽ ഉള്ളി, ഓക്കെ ഗൈസ്. സോ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വ്ളോഗ് ഇടാൻ വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ടൈമിൽ ഫോൺ ഇസ് നോട്ട് അലൗഡ്. പിന്നെ പേഷ്യൻസിനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഐ കുഡിൻ ടേക്ക് മച്ച് വീഡിയോ. സോ ഇതിൽ കാണിക്കുന്നത് വെച്ചാൽ PDO ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അപ്ലയൻസ് ചെയ്യാനുണ്ട്. സോ ദാറ്റ് വാസ് ദ അപ്ലയൻസ് ഐ മെയ്ഡ് ഫോർ കിഡ്സ്. 5 അപ്ലയൻസ് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ആഫ്റ്റർ ഓൾ ദോസ് കെയോസ് ഇൻ ദി പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്, അതിനു മുമ്പ് കൺസർവിലായിരുന്നു. കൺസർവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ നാച്ചുറൽ ടീത്ത് കളക്ട് ചെയ്ത് അതിൽ റെസ്റ്റോറേഷൻസ് ഒക്കെ ചെയ്തതിന് ശേഷം ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഫസ്റ്റ് റെസ്റ്റോറേഷൻ ഇൻ എ പേഷ്യൻറ്റ്. പിന്നെ ഈവൻ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ apart from that, the college is going smooth. പിന്നെ ഇൻറ്റേർണൽ എക്സാംസ് കഴിഞ്ഞു ആൻഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. കാരണം ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു ഒബ്വിയസ്ലി. സോ ഇതൊക്കെ ചുമ്മാ പ്രഹസനം മാത്രം. പിന്നെ ഹൗ ഇസ് ദ കോളേജ് ഗോയിങ് ചോദിച്ചാൽ ഇറ്റ്സ് ഗോയിങ് ഇൻ എ ജെറ്റ് സ്പീഡ്, ഓക്കെ. സ്റ്റഡീസ് നടക്കുന്നുണ്ടോ ചോദിച്ചാൽ ഒന്നും നടക്കുന്നില്ല. പിന്നെ എന്തൊക്കെയൊക്കെയോ ചെയ്യാണ്. ആൻഡ് കറൻ്റ്ലി ഞാനിപ്പോൾ ഉള്ളത് OMFS ഡിപ്പാർട്ട്മെൻറ്റിലാണ്. OMFS ഓറൽ മാക്സിലോഫേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മളവിടെ ടൂത്ത് എക്സ്ട്രാക്ഷൻസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർമലി OMFS ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കേസൊന്നും ചെയ്യേണ്ടി വരില്ല. പക്ഷേ വി നീഡ് ടു അസിസ്റ്റ് ആൻഡ് അറ്റൻഡ് ദി കേസസ് എന്നിട്ട് നമ്മൾ കണ്ടുപഠിക്കുക. അതാണ് അവിടെ ചെയ്യുന്നത്. സോ പ്രോസ്റ്റോഡോണ്ടിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രീ ക്ലിനിക് ക്ലാസ് നമുക്ക് വരുന്നുണ്ട്. വീക്ക്ലി ഒരു ക്ലാസ്സാണുള്ളത്. അവിടെ നമ്മൾ കുറച്ച് വർക്ക് സബ്മിഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കണം. അതല്ലാണ്ട് കമ്മിങ് ടു തേർഡ് ഇയർ വാട്ട് ഓൾ വി ഹാവ് എന്ന് ചോദിച്ചാൽ നോർമലി BDS കോഴ്സിന് നമുക്ക് 8 ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റിങ്സ് ആണ് വരുന്നത്. സോ തേർഡ് ഇയറിൽ ബേസിക്കലി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റിംഗ് ആണുള്ളത്. അതല്ലാണ്ട് എക്സാം ഗോയിങ് സബ്ജക്ട്സ് ആയിട്ട് വി ഹാവ് 3 സബ്ജക്ട്: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി ആൻഡ് ഓറൽ പെത്തോളജി. ഓറൽ പെത്തോളജി മാത്രമാണ് ഡെൻറ്റൽ ബേസ്ഡ് ആയിട്ട് വരുന്നത്. ബാക്കി രണ്ടും മെഡിക്കൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ തിയറി അല്ലാണ്ട് അതിൻ്റെ തന്നെ പ്രാക്ടിക്കൽ എക്സാംസും നമുക്ക് ഉണ്ടാവും. പിന്നെ എക്സാം ഗോയിങ് അല്ലാണ്ട് വി ഹാവ് അതർ 8 പോസ്റ്റിങ്സ് ടു അറ്റൻഡ്. അപ്പോൾ അതാണ് തേർഡ് ഇയറിൽ മെയിൻ ആയിട്ട് വരുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ദ ഹണിമൂൺ പീരീഡ്. കാരണം നമുക്ക് പഠിക്കാനില്ല ആ സബ്ജക്ട്സ്. അതൊക്കെ നമുക്ക് ഫോർത്ത് ഇയറിൽ പാർട്ട് 1 പാർട്ട് 2ലാണ് വരുന്നത്. പക്ഷേ ബേസിക്കലി വെൻ വി ആർ ഗോയിങ് ടു ദീസ് പോസ്റ്റിങ്സ് നമ്മൾ അവിടുത്തെ ബേസിക് കാര്യങ്ങൾ അറിയണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇതാണ്. സോ ജനറൽ മെഡിസിൻ പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വാട്ട് വി ആർ ഡൂയിങ് ഈസ് നമ്മൾ പേഷ്യൻറ്റ് കേസ് പോയി എടുക്കുക, എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ സിസ്റ്റം വൈസ് എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യും, ഇതൊക്കെയാണ് നമ്മൾ ജനറൽ മെഡിസിൻ പോസ്റ്റിംഗ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജനറൽ സർജറി പോസ്റ്റിങ്ങിലും നമ്മൾ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഓറൽ പെത്തോളജി പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ സ്ലൈഡ് കാണുക, അങ്ങനത്തെ സംഭവങ്ങളാണ് വരുന്നത്. സോ ബേസിക്കലി ഇതാണ് എക്സാമിന് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ബട്ട് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനെയും അപേക്ഷിച്ച് തേർഡ് ഇയർ പഠിക്കാൻ ബിറ്റ് ഹാർഡ്. കാരണം കുറച്ചും കൂടി തിയറിറ്റിക്കലായിട്ട് നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്യാനുണ്ടാവും. എക്സാമിൻ്റെ തലേന്ന് പഠിക്കുന്നത് വർക്കൗട്ട് ആവില്ല. ഐ ആം നോട്ട് ഡീമോട്ടിവേറ്റിംഗ്, പക്ഷേ അക്സെപ്റ്റ് ദി ഫാക്ട് ദാറ്റ് ഡെൻറ്റിസ്ട്രി ഈസ് വെരി ഹാർഡ്, ഓക്കെ. അപ്പോൾ യു ജസ്റ്റ് ഫൈൻഡ് യുവർ ഓൺ വേ ടു എൻജോയ് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതിനിടയിൽ ചെയ്യുക ആൻഡ് എൻജോയ് യുവർ ലൈഫ്. ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു സേ.